ഓൻ സിനിമ നടനാവാൻ നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഓന്റെ ഭാവി നമ്മൾ നോക്കണം. ഓന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? നീയോ പറയണ നേരാണ് ആമിന. പക്ഷെങ്കില് അൻവർ ഓൻ ഒത്തിരി മോഹിക്കണ്ട അക്കരയ്ക്ക് പോവാൻ. ഓൻ അവിടെ നിക്കട്ടെ. ഈ ജോലിക്ക് നമുക്ക് ജമാലിനെ അയക്കാം. ഇനിയൊരു വിസ കൂടി വരാനുണ്ടെന്നല്ലേ ഇങ്ങള് പറഞ്ഞത്? ഒരു കണ്ണീന്ന് മാത്രമായിട്ട് കണ്ണീര് വരുവോ ആമിന? അൻവറും ജമാലും രണ്ടുപേരും ഒരുപോലല്ലേ നമുക്ക്? അല്ല, അൻവർ പോലെയല്ല ജമാല്. അത് ഇങ്ങക്കും അറിയാല്ല. ഈ ജോലിക്ക് ജമാലിനെ തന്നെ അയച്ചാ മതി. മോനെ അൻവരെ മോനെ, അത് ഞമ്മള് വേണ്ട മമ്മി. സ്ലേറ്റിലെഴുതിയ അക്ഷരങ്ങൾ മാച്ചു കളയുന്ന പോലെ വാഗുകൊണ്ട് പറഞ്ഞ വാക്കുകൾ മായ്ക്കാനാവില്ല. എന്നെ ഇങ്ങനെ വേറിട്ട് നിർത്താൻ മാത്രം എന്ത് മുറിവാ ഞാൻ നിങ്ങളുടെ മനസ്സിൽ ഏൽപ്പിച്ചെന്ന് എനിക്കറിയില്ല. എന്ത് തെറ്റാണ് ഞാൻ? അല്ല മോനെ, ഈ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇനിയല്ല ഈ അറിയണം. അനക്ക് 15 വയസ്സുള്ളപ്പോഴാണ് അന്റെ ഉമ്മയും ബാപ്പയും കാർ അപകടത്തിൽ മരിച്ചത്. അക്കൂടെ ജമാലിന്റെ ഉമ്മയും. ഓന്റെ ഉമ്മയോട് പിണങ്ങിപ്പോയ ഓന്റെ ബാപ്പ ബാംഗ്ലൂർ എവിടെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എല്ലാരോടും പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ? അതെ, ഈ കഥയെ എല്ലാവർക്കും അറിയൂ. പക്ഷേങ്കില് സത്യം ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയതാ ഓൻ്റെ ഉമ്മ, എന്റെ സെറീന. അവിടെ വെച്ച് ഓള് സ്നേഹിച്ച ഓളുടെ കാമുകം സമ്മാനിച്ചിട്ട് പോയതാ നമ്മുടെ ജമാലിനെ. പഠിക്കാൻ പോയി തിരിച്ചു വന്ന ഓളുടെ കയ്യിലെ കുഞ്ഞിനെ കണ്ടപ്പോ ആളുകളുടെ ചോദ്യത്തിന് മറുപടിയായി ഓൾ എല്ലാരോടും പറഞ്ഞു ഓളുടെ നിക്കാഹ് കഴിഞ്ഞെന്നും കെട്ടിയോൻ ബൈക്കിട്ട് ബാംഗ്ലൂരിൽ തന്നെ താമസിക്കാം. പക്ഷെ ഞങ്ങളോട് ഓള് സത്യം തുറന്നു പറഞ്ഞു. ഇത്രയും കാലം ഈ ദുനിയാവില് മറ്റാരും അറിയാതെ ഞങ്ങൾ ഈ സത്യം മറച്ചു വെച്ച്. ഇക്കാര്യങ്ങൾ ജമാൽ അറിഞ്ഞ ഇപ്പോഴത്തെ ജമാലിനെ നമുക്ക് നഷ്ടമെന്ന് പേടിച്ച് ഓനെ നമ്മള് കൂടുതൽ സ്നേഹിച്ച്. ഈ മാമിയോട് ക്ഷമിക്കേ. ക്ഷമ ചോദിക്കേണ്ട ഞാനല്ലേ? സത്യം എന്തെന്നറിയാതെ നമ്മളെ കൊണ്ട് കൊടുക്കാവുന്നത്ര സ്നേഹം ഓന് നമ്മൾ കൊടുക്കും. നമ്മുടെ ജമാല് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. മോനെ, ഇതൊരിക്കലും ജമാൽ അറിയാനിടയാവരുത്. ഇല്ല മാമ, ജമാൽ ഒരിക്കലും അറിയില്ല. ആ ജമാലെ, ഈ എവിടെയായിരുന്നു ഇത്ര നേരം? കൈ കഴുകിവാ, മാമി ചോറെടുത്ത് വെക്കാം. വേണ്ട മാമി, എനിക്കിപ്പോ വിശക്കണില്ല. അൻവറേ, എന്റെ ജീവിതത്തിൽ ഇന്നവരെ ഞാനൊരു നുണ പോലും പറഞ്ഞിട്ടില്ല. ഇത്രയും വലിയ നുണ ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. തമാശ അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം. എന്താ കാര്യം? നീ ലൈലാനെ നിക്കാഹ് കഴിക്കാൻ പോണെന്ന് കേട്ടല്ലോ. മാമ പറഞ്ഞല്ലോ നീ ഖത്തറിൽ പോയി വന്നിട്ട് നിന്റെ ലൈലേന്റെ നിക്കാഹാണെന്ന്. ഓനാകെ ടെൻഷനിലാണ്. ഒന്നും കൂടി അങ്ങോട്ട് മൂപ്പിച്ചേക്കാം. പറയടാ, നേരാണോടാ? നേരാ. ഞങ്ങൾ തമ്മിലുള്ള ഇഷ്ടം മാമ ഈ മാമി അറിഞ്ഞു. ആദ്യം ഓരെതിർത്തു. അപ്പൊ ഓള് പറഞ്ഞു എന്റെ അൻവർക്ക് നിക്കാഹ് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഓള് ചത്തു കളയുന്നു. അങ്ങനെ പറഞ്ഞ അവസാനം മാമയും മാമിയും സമ്മതിച്ചു. ഇപ്പൊ വിസയും കൂടി വന്നല്ലോ. നിനക്ക് പോകാൻ താല്പര്യമില്ലല്ലോ. ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചു. അപ്പൊ അശോകൻ ഈ വിസ കൊടുക്കാന്നും പറഞ്ഞല്ലേ നീ അശോകന്റെ കാശ് മേടിച്ചത്? അത് ഞാൻ അവനോട് വെറുതെ പറഞ്ഞതാ. ആറ്റു നോറ്റിരുന്ന് കിട്ടിയൊരു വിസയല്ലേ, അതവന് കൊടുക്കാൻ പറ്റുമോ?
ചതിയോ ഏ? കാണിച്ചറാടാ. പാപം പടച്ചോനെ, ഓനൊന്നും ഒരിക്കലും അറിയരുത്. ഓന് സഹിക്കാനാവില്ല. ദൈവമേ, ഹാജിയാരുടെ മുമ്പിലെങ്ങാനും ചെന്ന് പെട്ട പരുന്ത് റാഞ്ചിയ കോഴിക്കുഞ്ഞിന്റെ അവസ്ഥയായിരിക്കും എനിക്ക്. അതിനല്ലേ വീടിന്റെ മുന്നിലൂടെ പോകാതെ പിന്നിലൂടെ പോകാന്ന് പറഞ്ഞു. ദേ, അവനവിടെ നിക്കണ്ടേ, വേഗം ചാടിച്ചെന്ന് മരപ്പട്ടി കോഴിക്കുഞ്ഞിനെ പിടിക്കണ പോലെ അവന്റെ കഴുത്തിന് കയറി പിടിക്കും. അല്ല, നീ ആരെ മരപ്പട്ടിന്ന് വിളിച്ചത്? മരപ്പട്ടി നീ, കോഴിക്കുഞ്ഞ് അവൻ. ഇനി നിനക്കത് ഇഷ്ടമില്ലെങ്കിൽ നീ കോഴിക്കുഞ്ഞായിക്കോ, അവൻ മരപ്പട്ടി ആയിക്കോട്ടെ. പക്ഷെ മരപ്പട്ടി പിടിക്കണ കോഴിക്കുഞ്ഞിന്റെ അവസ്ഥ അതാ പറഞ്ഞ. നീ മരപ്പട്ടി, വേഗം ചാടിച്ചില്ല. എടാ അശോക, നീ എന്തിവിടെ? വിസ ഒപ്പിച്ചേരാന്ന് പറഞ്ഞ എന്റെ കയ്യിന്ന് കാശ് മേടിച്ചെടുത്തിട്ട് ഇപ്പൊ ആ വിസയിൽ നീ ഗൾഫിൽ പോകാൻ നോക്കാലടാ. നീ പിടിവിട്. കാര്യം എന്താന്ന് ഞാൻ പറയട്ടെ. നീ ഒന്നും പറയണ്ടാ. വിടു നീ. അത് ശരി, വിടറാ. ചെറുപ്പം മുതൽ ഒന്നിച്ച് കളിച്ച് പഠിച്ചു വളർന്നിട്ട് എന്നെക്കാൾ വിശ്വാസം നിനക്ക് ജമാലിനെയാണല്ലേ? നിന്റെ കാര്യം മാമാനോട് പറയാതിരുന്നപ്പോഴാ നീ ഓരോ കുഴപ്പങ്ങളിലും ചാടിയത്. വിസയില്ലാതെ നിന്നെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ടാ. നിന്നോട് എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ലാത്തതും കൊണ്ടാ നിന്നെ കാണുമ്പോൾ ഒളിച്ചു കാണുന്നത്. അല്ലാതെ നിന്നെ ചതിക്കാനായിരുന്നില്ല. ഞാൻ നിന്നെ ചതിക്കോടാ. നീ എന്നോട് ക്ഷമിക്കടാ. നിനക്കാ വിസ ഒപ്പിച്ചു തരാൻ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്ത് വഴി? അതൊക്കെയുണ്ട്. പടച്ചോൻ എന്നെ കൈവിടില്ല. ആഹാ, ഇത് പൊട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലായല്ലോ. കൊല്ലാൻ വന്നവനകത്തും അവനെ കൊണ്ടുവന്ന ഞാൻ പുറത്തും. നിനക്കിട്ടും ഒരു പണി ഞാൻ തരാടാ. ഞാൻ ഏതിലെ പോയാലും ഇടിച്ചിടല്ലോ അവിടെ വന്ന്. അത് തന്നെ ഞാൻ ചോദിക്കണം. ഞാൻ എപ്പോഴും ഓടും ചാടും ചെയ്യണതിന്റെ ഇടയിലേക്കാണോ സൈക്കിൾ ഓടിച്ച് കയറ്റണേ? എന്റെ ചാളേ, വാടാ കാലവാടാ. എന്റെ ചാളെ പോയല്ല പോയി കാലമാടാൻ. കാലമാടാ, നിന്നെ പണ്ടാരണം കൂടാ. പടച്ചോനെ, എന്നാ ആകെ കുഴപ്പാവാൻ പോവാടാ. എന്താടാ? ദാ വരുന്ന ആരാണെന്ന് നോക്കടാ. അത് മൊയ്തൂട്ടിക്കല്ലേ? എടാ, നിന്റെ ഐഷുവിന്റെ വാപ്പ. നീ ധൈര്യമായിട്ട് അങ്ങോട്ട് ചെല്ലടാ. തേങ്ങാക്കൊല, നീ വേഗം അങ്ങോട്ട് ചെല്ല്. മൂപ്പര എന്റെ മാമനെ കാണാൻ പാടില്ല. എന്താ? എടാ, എനിക്ക് വിസ വന്ന കാര്യവും ലൈലാനെ എനിക്ക് നിക്കാഹ് ചെയ്ത് തരുന്ന കാര്യവും മാമ മൂപ്പരോട് പറയും. ഉറപ്പാ. എന്റെ ഐഷുവിനെ എനിക്ക് നഷ്ടപ്പെടാൻ പോവാടാ. വേഗം എന്തെങ്കിലും ചെയ്യണം. ഒരു ബെസ്റ്റ് ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? ചെലപ്പോ കുഴപ്പാവും. എന്ത് വന്നാലും കുഴപ്പമില്ല, നീ എന്തെങ്കിലും ചെയ്യ്. ദേ, മൂപ്പരകത്ത് കയറാൻ പാടില്ല. ഞാൻ ഏറ്റി. എന്തിനീ തോർത്ത്? നീ എതൊക്കെ കണ്ടു നിന്നിട്ട് അവസാനം കൈ അടിച്ചോടാ. പടച്ചോനെ, ഇതെന്താവോ? അല്ല, ഇവിടെ ആരുമില്ലേ? അൻവറേ! എടാ നീ എന്നെ കൊല്ലാൻ പറ്റേ? നിനക്ക് പണി ഉറപ്പാടാ. പറച്ചോനെ, മാമ